Hi all, this is Arundhati from Tijus Academy. So, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ OET സ്പീക്കിംഗ് എങ്ങനെ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ കുറേ കീ പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. സോ ഇന്ന് ആ കീ പോയിന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ കീ പോയിന്റ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ആക്ഷൻ വേർഡ്സ്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ആക്ഷൻ വേർഡ്സ് ഇൻ OET സ്പീക്കിംഗ്. ഇനി എന്തൊക്കെയാണ് ഈ ആക്ഷൻ വേർഡ്സ്, എങ്ങനെയൊക്കെ ഈ ആക്ഷൻ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ആ ടാസ്കിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. So, what are the action words in OET? ഇത് മാത്രമല്ല action words, ഒരുപാട് action words ഉണ്ട്. Today we have a set of action words and the first one is find out, gather, collect, explore. ഇതെല്ലാം സെയിം മീനിങ്ങിൽ പോകുന്നതാണ്. സോ ഒരു ടാസ്കിനകത്തിൽ ഫൈൻഡ് ഔട്ട് എന്നോ ഗ്യാദർ എന്നോ കളക്ട് എന്നോ എക്സ്പ്ലോർ എന്നോ വന്നാൽ എങ്ങനെ ആ ടാസ്കിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അഡ്രസ്, റീഇൻഫോഴ്സ്, റീഅഷ്വർ, പ്രൊവൈഡ് അഡ്വൈസ് ആൻഡ് ടാക്ട്ഫുൾ എക്സ്പ്ലെയിൻ. അപ്പം നമുക്ക് എങ്ങനെ ഓരോ ടാസ്കിലും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോവാം വിത്ത് ആൻ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട്, ഗ്യാദർ, കളക്ട്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചോദിക്കാം കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഇലാബറേറ്റ് വാട്ട് ഹാപ്പൻ. സോ ഇങ്ങനെയാണ് ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഫൈൻഡ് ഔട്ട്, ഗ്യാദർ, കളക്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദ പേഷ്യൻ്റ് ആണ്. ഇനി അവിടെ ഡൗട്ട് വരാൻ പാടില്ല. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡ്രസ് എന്നാണ്. ഒരു ടാസ്കിലും ഡയറക്റ്റ് അഡ്രസ് എന്നുള്ള ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇത് ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ഷൻ വേർഡ് ആണ്. ചില ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനകത്തിൽ തരും ദ പേഷ്യൻറ്റ് സീംസ് ടു ബി വെരി അപ്സെറ്റ് അല്ലെങ്കിൽ വറീഡ് എന്നൊക്കെ. സോ ആ ഒരു റോൾ പ്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. യു സീംസ് ടു ബി അപ്സെറ്റ്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, ഓർ ഐ ക്യാൻ സെൻസ് ദാറ്റ് യു ആർ റിയലി വറീഡ്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്. സോ അഡ്രസ് എന്ന് ഉള്ള ഒരു അഡ്രസ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ടാസ്കിൽ കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഹിഡൻ ആക്ഷൻ വേർഡ് ആണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നന്നായിട്ട് വായിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനകത്തിന് പേഷ്യൻ്റ് അപ്സെറ്റ് ആണ്, വറീഡ് ആണ്, ആൻഷ്യസ് ആണെന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ഒരു റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഈസ് റീഇൻഫോഴ്സ്. ഇത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ആക്ഷൻ വേർഡ് ആണ്. സോ റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പേഷ്യൻറ്റിനോട് പറയാം. ഒരു എക്സാമ്പിൾ പോവുകയാണെങ്കിൽ മിസ്റ്റർ ജോൺ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡു നോട്ട് ഹാവ് ഇനഫ് ടൈം ടു എൻഗേജ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, but it is very important to maintain an ideal body weight, so it is very important for you to start doing some physical activities. I hope you understand. So ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയാണ്. പേഷ്യൻറ്റ് പറയാണ് സോറി നഴ്സ്, ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു ഡു. സോ അവിടെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്ത് സംസാരിക്കാം. അതാണ് ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റീഅഷ്വർ. ഈ ഒരു ആക്ഷൻ വേർഡ് ഇല്ലാത്ത ഒരു OET റോൾ പ്ലേ കാർഡും നമുക്ക് കാണാൻ പറ്റത്തില്ല. എക്സാമിന് ഷുവർ ആയിട്ടും നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് റീഅഷ്വർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. സോ റീഅഷ്വർ എന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ടെൻസ്ഡ് ആവരുത്. റീഅഷ്വർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം വീണ്ടും റീഅഷ്വർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. സോ അവിടുത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ റീഅഷ്വർ യു ദാറ്റ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ക്യാൻ ബ്രിങ് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ യുവർ കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് വൺ പറയുകയാണെങ്കിൽ മിസ്റ്റർ അലക്സ്, ദർ ഈസ് നത്തിങ് ഫോർ യു ടു ബി വറീഡ് അബൌട്ട്, യുവർ സൺ ഈസ് ഇൻ അവർ സേഫ് ഹാൻഡ്സ്. ഇതെന്ന് പറയുന്നതും പേഷ്യൻ്റ് ഇപ്പം ബൈസ്റ്റാൻഡറിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെയും നമുക്ക് റീഅഷുറൻസ് കൊടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഅഷുറൻസ് ഫ്രേസസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പം റീഅഷുറൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീഅഷ്വർ എന്നുള്ള ഒരു ആക്ഷൻ വേർഡ് നിങ്ങളുടെ OET സ്പീക്കിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് പ്രൊവൈഡ് അഡ്വൈസ്. ഇതും ഒരു കോമൺ ആക്ഷൻ വേർഡ് ആണ് നമ്മുടെ OET സ്പീക്കിങ്ങിനകത്തിൽ. സോ അഡ്വൈസ് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം. My advice for you is that please wait here to see the doctor and based on his advice we can start with your treatment. So എപ്പോഴും അഡ്വൈസ് കൊടുക്കുമ്പം I am strongly advising you that അല്ലെങ്കിൽ it's my advice എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആക്ഷൻ വേർഡിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ സ്പീക്കിങ്ങിൽ സംസാരിക്കുന്നത്. സോ നമ്മുടെ സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ. ഈ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ട് നമ്മുടെ OET സ്പീക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് ഇൻ നമ്മുടെ എക്സാം റിലേറ്റഡ് OET സ്പീക്കിംഗ് കാർഡ്സിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ. അപ്പോൾ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടെൻസ്ഡ് ആവാൻ പാടില്ല. എന്താണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ മീൻ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിന് ടാക്ട്ഫുള്ളി എക്സ്പ്ലനേഷൻസ് പോകുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോഴാണോ പേഷ്യൻറ്റിനോട് പാസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വേർഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് പറയാണ്
നേഴ്സ് എൻ്റെ കണ്ടീഷന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മെഡിക്കേഷൻസ് തരാമോ? ആസ് എ നേഴ്സ് നമുക്ക് അങ്ങനെ മെഡിക്കേഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അവിടെ നമുക്ക് ഓക്കെ എനിക്ക് പറ്റത്തില്ല എന്ന് നമുക്ക് എടുത്തടിച്ച പോലെ പറയാൻ പറ്റത്തില്ല അല്ലേ? അവിടെയാണ് നമുക്ക് ഈ ടാക്ട്ഫുള്ളി എക്സ്പ്ലനേഷൻസ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് എങ്ങനെ പറയാം? ഐ എം സോ സോറി ടു ഇൻഫോം യു ദാറ്റ് ഐ എം നോട്ട് ദ ഓതറൈസ്ഡ് പേഴ്സൺ ടു പ്രിസ്ക്രൈബ് എനി കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ് ഫോർ യു അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ പറയാണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വളരെ കുറവാണ്, നിങ്ങളുടെ ഈ ഒരു കണ്ടീഷന് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? റിഗ്രറ്റബിളി ഇറ്റ് ഈസ് ദ ഓൺലി പോസിബിൾ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഐ എം അഫ്രൈഡ് ടു ഇൻഫോം യു ദാറ്റ് ഇറ്റ്സ് ബിയോണ്ട് മൈ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ടു ചേഞ്ച് യുവർ മെഡിക്കേഷൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ എപ്പോഴും ടാക്ട്ഫുള്ളി എക്സ്പ്ലനേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, എപ്പോഴും അവരുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഇപ്പം നമ്മളാണ് ആസ് എ പേഷ്യൻറ്റ് നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു സിമ്പതി നമ്മുടെ ഉള്ളിൽ വന്ന് വേണം നമ്മൾ ആ ടാക്ട്ഫുള്ളി എക്സ്പ്ലനേഷൻസ് പോകാൻ വേണ്ടിയിട്ട്. താങ്ക് യു.